അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് റിനി ആർ ജോർജിന്റെ സംഭാഷണമാണ്. ഒരു ചാനലിൽ കൊടുത്ത വീഡിയോയിൽ പറയുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് അവർ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കോളിളക്കമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചിരുന്ന റിനി ആർ ജോർജ് അല്ല, എന്നാൽ ഇപ്പോൾ സത്യം വിളിച്ചു പറയുന്ന ഒരു യുവതിയായിട്ടാണ് അവർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പുറത്തിറങ്ങി വന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തിയ റിനി ജോർജ് അന്ന് പറഞ്ഞിരുന്നു, എനിക്കൊരു കംപ്ലൈൻറ്റുമില്ല, എന്നാൽ ധാരാളം കംപ്ലൈൻ്റ് ഉള്ള ആളുകളെ എനിക്കറിയാം, അവരെയൊക്കെ തന്നെ സെക്ഷലി പീഡിപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, എൻ്റെ അടുത്ത് തെളിവുണ്ട് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഘടകവിരുദ്ധമായി പറയുന്നത്, ഒരു പെൺകുട്ടി ഒരു റൂമെടുത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഒരാളോടൊപ്പം ചെന്ന് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും, അതേപോലെ കിസ് ചെയ്യാൻ തോന്നും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണോ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഈ റിനി ആർജ് ഉദ്ദേശിച്ചത്? എവിടേക്കോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര പല പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ റിനി ജോർജ് പറയുന്നത്. ശരിക്കും ആകെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ റിനി ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസുകളുടെ കള്ളക്കേസുകളുടെ സൂത്രധാരകയാണ് എന്ന് ചിന്തിക്കാൻ പറ്റും. പരസ്പരം, അതായത് ഒരു പെണ്ണിനെ ഒരാള് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെട്ട ആ യുവാവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ആ പുരുഷന് വേറെ സ്ത്രീയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതറ്റം വരെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് റിനി ആർ ജോർജും എത്തിയിട്ടുള്ളത് എന്നുള്ളത് സംശയിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ 3 പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ പരാതിയിലും രണ്ടാമത്തെ പരാതിയിലും മൂന്നാമത്തെ പരാതിയിലും സമാന സ്വഭാവമുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കിടപ്പറ പങ്കിട്ടു, പിന്നെ കുട്ടി വേണമെന്ന് പറഞ്ഞ് ഗർഭിണിയാക്കാൻ ശ്രമിച്ചു, ഗർഭിണിയായപ്പോൾ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി, പിന്നെ നഗ്ന വീഡിയോ എടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി, എന്നിട്ട് അവർ രാഹുൽ മാങ്കൂട്ടത്തിന് പറയുന്ന പ്രകാരം നീങ്ങേണ്ടി വന്നു എന്ന് പറയുന്ന കാര്യമാണ്. പക്ഷെ 3 പരാതികളിൽ ആദ്യത്തെ പരാതിയും മൂന്നാമത്തെ പരാതിയും സമാന സ്വഭാവമുള്ളതാണ്. അതിൽ വിവാഹിതരായ സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം കിടപ്പറ പങ്കിട്ടത് എന്നാണ് പറയുന്നത്. അവർ കിടപ്പറ പങ്കിട്ടുവെന്നും ഗർഭിണിയായെന്നും ഗർഭചിത്രം നടത്തിയെന്നും പറയുന്നു. ആദ്യത്തേത് ഗർഭചിത്രം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, മൂന്നാമത്തെ സ്ത്രീ പറയുന്നത് ഓട്ടോമാറ്റിക് അലസിപ്പോയി എന്നാണ്. ആദ്യത്തെയും മൂന്നാമത്തെയും തമ്മിലുള്ള വ്യത്യാസം, ആദ്യത്തെ യുവതി ഒരു പത്രപ്രവർത്തകയും ചാനലിലെ അവതാരകയുമാണ്. എന്നാൽ മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് വിദേശത്ത് കാനഡയിലാണ്, തിരുവല്ലക്കാരിയാണ്. അതുകൊണ്ടാണ് തിരുവല്ല പോലീസ് കേസെടുത്തത്. സമാന സ്വഭാവം എന്ന് പറയുന്നത്, ഒരു കുട്ടിയെ വേണമെന്ന് രണ്ടെണ്ണത്തിലും ആവശ്യപ്പെട്ടു എന്നാണ്. ആദ്യത്തേതിൽ ഗർഭം ഉണ്ടായി ഗർഭചിത്രം നടത്തിയെങ്കിൽ മൂന്നാമത്തെ പരാതിയിൽ ഓട്ടോമാറ്റിക് അലസിപ്പോയി, സമ്മർദ്ദ കാരണം അലസിപ്പോയി. പക്ഷെ പരാതിയുടെ നാച്ചർ ഓഫ് ബിഹേവിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, പരാതി ഉണ്ടായ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ദിവസം അവർ പരാതിയെ കൊടുത്തില്ല. 3 പേരും അങ്ങനെ പരാതി കൊടുത്തില്ല. 2 കൊല്ലം 3 മാസം കഴിഞ്ഞിട്ടാണ്, 2-2.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പരാതിക്കാരി, അതും പിണറായി വിജയനാണ് പരാതി കൊടുക്കുന്നത്. കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ കൊടുത്ത് പരാതി സ്വീകരിച്ച് അതിന് നടപടിയില്ലെങ്കിൽ കമ്മീഷണർക്കോ SP-ക്കോ കൊടുത്ത് അതിനും നടപടിയില്ലെങ്കിലാണ് പിണറായി വിജയന് പരാതി കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി അല്ല ഒരു പോലീസ് ഇത്തരത്തിലുള്ള പരാതി സ്വീകരിക്കേണ്ട ആദ്യത്തെ ആള്. ഈ 3 പരാതിയിലും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ പരാതിയുള്ള വ്യത്യാസം, അവരൊരിക്കലും പോലീസിൽ പരാതി കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല, കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടില്ല. പകരം KPCC പ്രസിഡന്റിന് പരാതി അയക്കുകയാണ് ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ. എന്തായാലും ഈ 3 പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത നിലപാട് എന്താണ്? ഞാൻ ഈ 3 പേരുമായിട്ടും സെക്ഷലി കിടപ്പറ പങ്കിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കിടപ്പറ പങ്കിട്ടു എന്ന് പറയുന്നത് അവരുടെ പൂർണ്ണ സമ്മതത്തോടെ അവരുടെ താല്പര്യപ്രകാരമാണ് എന്നുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം ഓരോ കേസിലും പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം ഈ 3 കേസിലും രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഇഷ്ടപ്രകാരം, അവരുടെ പെൺകുട്ടികളുടെ ഇഷ്ടപ്രകാരം കിടപ്പറ പങ്കിട്ടു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്.
പിന്നീടുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവര് രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ജീവിതം ആഗ്രഹിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർ കുട്ടിയെ ആഗ്രഹിച്ചിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ, എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എവിടെയാണ് തെറ്റുന്നത് ഇവർ ആദ്യത്തെ കേസിൽ, മൂന്നാമത്തെ കേസിലും രണ്ടുപേരും വിവാഹിതകളായ ലേഡികളാണ്. ഈ വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ടാണ്, അവരറിയാതെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടത്. അതായത് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച സ്ത്രീകളാണ് ഈ രണ്ടുപേരും. മാത്രമല്ല അവരേതെങ്കിലും ഡൈവേഴ്സിനുള്ള നോട്ടീസ് കൊടുക്കുകയോ ഡിവേഴ്സിന് ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. പകരം ഉണ്ടെന്ന് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുകയാണ് ചെയ്തത്. മൂന്നാമത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് ഡോക്ടറാണ്. ആ പരാതിക്കാരിയുടെ ഡോക്ടർ എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? വാർത്തകൾ പുറത്തു വരുന്ന സമയത്താണ്. അതുവരെ ഈ പരാതിക്കാരിക്ക് യാതൊരു പ്രശ്നവും ഈ ഭർത്താവുമായിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ പരാതിക്കാരി ഒരു BJP കാരനായ ഒരു ബിസിനസ്സുകാരനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്, രാഷ്ട്രീയക്കാരനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ കല്യാണം കഴിച്ച അദ്ദേഹവും യാതൊരു പ്രശ്നവും അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല. ഈ പരാതിക്കാരികൾക്ക് യാതൊരു പ്രശ്നവും ഭർത്താവുമായിട്ട് ഉണ്ടാവാതെ തന്നെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടത്. എന്നിട്ടും അവരെ ഒരു ബലാത്സംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ഭർത്താവിനെയോ ബന്ധുക്കളെയോ പോലീസിനെയോ അറിയിക്കാൻ അവർ തയ്യാറായില്ല. മാസങ്ങൾക്ക് ശേഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പ് ചാറ്റ് നടത്തി. എന്നിട്ട് മൂന്നാമത്തെ പരാതിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടം എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു. അതിനർത്ഥം അദ്ദേഹത്തിന് ഈ പരാതിക്കാരിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഞാൻ പുറത്തു വന്ന വിവരം, പരാതിക്കാരിയുടെ ഭർത്താവിനെ എങ്ങനെ കൊല്ലാമോ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞു എന്നുള്ള കാര്യമാണ് പുറത്തു വന്നത്. വിദേശത്ത് നിൽക്കുന്ന പരാതിക്കാരിക്ക് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം തേടി എന്ന് പറയുമ്പോൾ അപ്പോൾ മുതലാണ് രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടിയുമായിട്ട് പ്രശ്നമുണ്ടാകുന്നത്. അങ്ങനെ ആ പരാതിക്കാരി എന്ത് ചെയ്യുന്നു, രാഹുൽ മാങ്കൂട്ടം അകന്നകന്ന് പോയപ്പോൾ ഫെനി നയനാൻ എന്ന് പറയുന്ന അതിൻ്റെ ആളെ വിളിച്ച്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തിനെ വിളിച്ച്, എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടുമായി ഒന്ന് ബന്ധപ്പെട്ട് തരാമോ, എങ്ങനെയെങ്കിലും ഒരു രാത്രി 3 മണിക്കൂർ നേരം ഒരുമിച്ച് താമസിക്കാൻ സൗകര്യം ഒരുക്കി തരാമോ, അല്ലെങ്കിൽ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി തരുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പം ആ പരാതിയിൽ തന്നെ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് വ്യക്തമാവുന്നതാണ്. അതായത് പരാതിക്കാരിയുടെ പറയുന്നത് തന്നെ, തനിക്ക് ഇഷ്ടപ്രകാരം ഞാൻ റൂം എടുത്തു തിരുവല്ലയിൽ നിന്ന്, കാനകടയിൽ നിന്ന് വന്നിട്ട് ഈ തിരുവല്ലയിൽ വന്ന് റൂം എടുക്കുകയാണ്. ഈ റൂം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ആണ് കണ്ടപാടെ ചാടി വീണ് രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്യുന്നത് എന്നാണ് വളരെ ക്രൂരമായി, എല്ലാ തരത്തിലും മൃഗീയമായി ബലാത്സംഗം ചെയ്ത പെൺകുട്ടി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വിളിക്കാൻ പോകുമോ? നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോവുക? അങ്ങനെ ഉണ്ടായില്ല. പിന്നിട്ട് വീണ്ടും ആ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ നിശ്ചിതമായ ഭാഷയിലാണ് പച്ചയ്ക്ക് തെറി പറയുക എന്ന് പറയില്ല, അതേപോലെയാണ് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി കൃത്യമായി പറഞ്ഞു. ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ടോ, ആ പെൺകുട്ടിയുടെ പിന്നാലെയുള്ള നടത്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെയുണ്ട്. രാഹുൽ മാങ്കൂട്ടം അവരുടെ ചില സ്വഭാവങ്ങൾ കാരണം എവിടെയോ വെച്ച് അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അതായത് രാഹുൽ മാങ്കൂട്ടം പിന്നീട് മനസ്സിലാക്കി ഈ പെൺകുട്ടി വിവാഹ മോചന നേടത്തിന് ശ്രമിക്കുന്നില്ല, ഭർത്താവുമായിട്ട് പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ ഒന്നാമത്തെ പരാതിക്കാരിയുടെ എങ്ങനെയാണ്, ഇതേപോലെയാണ് ഭർത്താവ്, അവർക്ക് നിയമബോധമുണ്ട്, ചാനൽ പ്രവർത്തകയാണ്, പോലീസുമായി ബന്ധമുണ്ട്, ഒരു പരാതി കൊടുക്കാൻ നിമിഷ നേരം കൊണ്ട് കഴിയും. എന്നാൽ പരാതി കൊടുത്തില്ല, മാത്രമല്ല 2.5 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ അടുത്താണ് പോണത്. അപ്പൊ ഇതിനകത്തൊക്കെ മനസ്സിലാവുന്നത് പിണറായി വിജയൻ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. പിണറായി വിജയന് മൂന്നാമത്തെ പരാതിക്കാരി അയച്ചു കൊടുത്ത ഓഡിയോ സന്ദേശമാണ് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാടുള്ള KPM ഹോട്ടലിൽ വെച്ച് അർദ്ധരാത്രി 12:30 മണിക്ക് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. നോക്കണേ, ഒരു മുഖ്യമന്ത്രിയാണ് സ്വന്തം MLA നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിന് ആസ്പദമായ പരാതിയുടെ കോപ്പി, പരാതി ഇമെയിൽ വഴി വന്നാലും പിണറായി വിജയന്റെ സെക്രട്ടറി P ശശി ഏതോ അഡ്വക്കേറ്റിനെ കൊണ്ട് തയ്യാറാക്കി കൊടുത്ത പരാതിയുടെ കോപ്പി നേരിട്ട് പോലീസിന് ആ പരാതിക്കാരെ അയച്ചു കൊടുത്തെങ്കിലും ആ പരാതി എന്ത് ചെയ്തില്ല, ആ പരാതിയിൽ മൊഴിയെടുത്ത് ഒപ്പിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ പാടുള്ള നിയമം, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. വ്യാജ ഒപ്പുണ്ടാക്കിയെന്നാണ് അവർ കോടതിയിൽ കൊടുത്ത കാര്യത്തിൽ പറയുന്നത്. കൃത്യമായി കോടതി അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. വ്യാജ ഒപ്പാണെന്ന് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്.
അപ്പം ഒപ്പിൽ പോലും ഇതുണ്ട്, അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിധത്തിൽ എല്ലാ വിധത്തിലും ഈ 3 പരാതിയിലും രണ്ടാമത്തെ പരാതി വളരെ വിചിത്രം എങ്ങനെയാ വെച്ചാൽ ആ പെൺകുട്ടി 23 വയസ്സേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല, ബാംഗ്ലൂർകാരിയാണ്. അവർക്കും ഇതേപോലുള്ള കാര്യങ്ങളാണ് റിസോർട്ട് കൊണ്ടുപോയതായി എന്നാണ് പറയുന്നത്. പക്ഷെ ആ പെൺകുട്ടി ഈ പരാതിയേ ഇല്ല, എനിക്ക് 164 സ്റ്റേറ്റ്മെന്റും കൊടുക്കണ്ട എന്നാണ്. ഈ വാർത്തകളൊക്കെ വന്ന ശേഷം മൂന്നാമത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് എന്ത് ചെയ്തു? അവരെ വിട്ടേച്ചു പോയി. നല്ല സുഖമായി ജീവൻ നയിച്ചിരുന്നു, ഒരു ഡോക്ടറായ മാന്യനായ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആ ഭർത്താവ് എന്ത് ചെയ്തു? ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ ഇത്രയും കാലം എന്നെ വഞ്ചിക്കുകയാണ് ഈ സ്ത്രീ എന്ന് ഭാര്യ എന്ന് മനസ്സിലാക്കി ഭാര്യയെ വിട്ടേച്ചു കളഞ്ഞു. കാരണം എങ്ങനെയാണ് എന്നെ ചതിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ പോയ ഇവരെ ഞാൻ വിശ്വസിച്ച് കൂടെ കൂട്ടുക, എന്നെ കൊല്ലില്ല എന്ന് എങ്ങനെ കണ്ടു? അങ്ങനെ മൊത്തം ഈ 3 പരാതിയും കണ്ടാൽ ഇത് ക്രിയേറ്റഡ് ആയ ഒരേ ആൾ തയ്യാറാക്കിയ പരാതിയുടെ ഭാഗമാണ് കാണുന്നത്. ആദ്യത്തെ പരാതി രണ്ടാമത്തെ പരാതി ഒരേപോലെ സമാനമായിട്ടുള്ള ഒരാളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരേപോലെ തയ്യാറാക്കി സമാന സ്വഭാവം ഉണ്ടാക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ പരാതിക്കാരി ഇപ്പം എന്താണ്? ഇപ്പൊ കേസിനും ഇല്ല, കൂട്ടത്തിനും ഇല്ല, ഞാൻ ഇതിനൊന്നും ഇല്ല എന്നിട്ട് മുങ്ങിയിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ആദ്യത്തെ പരാതിക്കാരിയുടെ ഹൈക്കോടതിയിലെ ഹർജി, അതായത് രാഹുൽ മാങ്കൂട്ടം കൊടുത്ത ഹർജിയിലുള്ള വിധി വരാൻ പോവുകയാണ്. അതിൽ കൃത്യമായി നിരീക്ഷണം തന്നെ നടത്തിയിട്ടുണ്ട് കോടതി എന്നുള്ളതാണ്. മാത്രമല്ല രണ്ടാമത്തെ പരാതിയിലും വളരെ ശക്തമായിട്ടുള്ള അവര് അപ്പീൽ കൊടുത്തിരുന്നു. അതില് പോലീസ് അപ്പീൽ കൊടുത്തിരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ആദ്യത്തെ പരാതിയിലാണ് നിരീക്ഷണം നടത്തിയെന്ന് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അവിവാഹിതനാണ്, അദ്ദേഹം 1, 2, 3 പേരുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തിയാൽ തെറ്റല്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഇത് ഇവിടെ ബലാത്സംഗം നടന്നോ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇല്ല എന്ന് 100 വട്ടം ഓരോ കോടതിയും മേൽക്കോടതികൾ വിധിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുടുങ്ങുക മാത്രമല്ല, ഈ 3 പെൺകുട്ടികളും ജയിലിലാകും. അതായത് ഒരാള് പരാതിയിൽ എന്ത് വകുപ്പാണോ ആ വകുപ്പ് പറയാൻ എത്ര വർഷമാണോ ജയിലിൽ കിടക്കേണ്ടത് അത്രയും വർഷം ആര് കിടക്കണം? കള്ളപ്പരാതിയും കള്ളമൊഴിയും കള്ളത്തെളിവുകളും കൊടുത്താൽ, വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നതാണ്. അത് 7 വർഷം കൂടാതെ 10 വർഷം വരെ അവർക്ക് എന്ത് കിട്ടാം? ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടണം. അതേപോലെ തന്നെ തിരിച്ച് ആർക്ക് കിട്ടും? ഈ അധികാരികൾക്ക് കിട്ടും എന്നുള്ളതാണ് സത്യം. വ്യാജ തെളിവുകൾ ഉണ്ടാക്കി, വ്യാജ രേഖകൾ ഉണ്ടാക്കി, ഈ കള്ളത്തെളിവുകൾ ഉണ്ടാക്കി ബലാത്സംഗമാണെന്ന് വരുത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്ത രണ്ടാമത്തെ പരാതിക്കാരി ചിലപ്പോൾ രക്ഷപ്പെടാം. കാരണം അവർ പോലീസ് സ്റ്റേഷൻ പരാതി നേരിട്ട് കൊടുത്തിട്ടില്ല. ആദ്യത്തെയും മൂന്നാമത്തെയും പരാതിക്കാരികൾ തീർച്ചയായും കുടുങ്ങും. അവർ ഏറ്റവും ചുരുങ്ങിയത് 17 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം ഇവർക്കെതിരെ കേസ് കൊടുത്താൽ എന്തായിത്തീരും? ഏറ്റവും ചുരുങ്ങിയത് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് 20 കോടി. അങ്ങനെയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടം ചിന്തിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോരുത്തർക്കെതിരെ 20 കോടി രൂപ വീതം കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെ വന്നാൽ ഈ 2 പേരും 40 കോടി രൂപ രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് കെട്ടിവെക്കേണ്ട കാശില്ല എന്ന് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് IOP ഫയൽ ചെയ്താൽ മതി. ഇൻഡിജന്റ് OP ഫയൽ ചെയ്താൽ അദ്ദേഹത്തിന് വരുമാനമുണ്ട്, പക്ഷെ അത് ഫീസ് അടയ്ക്കാൻ മാത്രം, കോർട്ട് ഫീസ് അടയ്ക്കാൻ മാത്രം കയ്യിലില്ല. സ്ഥലമുണ്ട്, വരുമാനമില്ല. അതായത് നമ്പി നാരായണന്റെ കേസിൽ അങ്ങനെയാണ് അദ്ദേഹം IOP ഫയൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ലാൻഡ് ഉണ്ട്, കെട്ടിവെക്കാൻ പൈസയില്ല. അങ്ങനെ അത് ജീവിക്കാനുള്ള പൈസ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ, നിത്യ ചെലവിനുള്ള പൈസ മാത്രമേ എനിക്ക് കോടതി ഫീസ് കെട്ടാൻ പറ്റില്ല. വിധി വന്നാൽ ആ ഫീസിൽ നിന്ന് കിട്ടുന്ന പണയത്തിൽ നിന്ന് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഹൈക്കോടതി വിധി പ്രകാരം ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ ഇവിടെയും അതേപോലെ വന്നാൽ തീർച്ചയായിട്ടും ഇതില് ഇപ്പോൾ വാദികൾ പ്രതികളായിത്തീരും. ഇവർ ജയിലിൽ പോകേണ്ടി വരും, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. എന്തായാലും സുപ്രധാന നീക്കവുമായിട്ട് രാഹുൽ മാങ്കൂട്ടൻ രംഗത്ത് വരുന്നു. ഇനി 15ഓളം സ്ത്രീകളെ കൈവശമുണ്ടെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഇവരാരും തന്നെ ഇനി ഒരു കേസുമായി വരാനില്ലേ എന്നാണ് ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. കാരണം ഇപ്പോൾ തന്നെ 3 പരാതികൾ കൊണ്ട് വന്ന പരാതിക്കാരികളെല്ലാം തന്നെ നാണം കെട്ട് നശിച്ചു. ഇനിയും ഒരു പരാതിക്കാരികൾ വന്നാൽ അതിൽ ഏറ്റവും നാണക്കെടുന്നത് സ്ത്രീകളാണ്, പരാതിക്കാരികളാണ്. അല്ലാതെ കേസിൽ എവിടെയും തുമ്പും ഉണ്ടാവില്ല. ഒന്നാമത് എല്ലാ പരാതിക്കാരികളും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ബന്ധം, ശാരീരിക ബന്ധം പുലർത്തിയത്
പരസ്പര ഉഭയസമ്മതത്തോടു കൂടിയിട്ടാണ്. ഉഭയസമ്മതത്തിലുള്ളത് ബലാത്സംഗമല്ല. ആ സന്ദർഭത്തിൽ ഇതിന് കേസ് കൊടുത്തതിന് യാതൊരു കാര്യവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നഷ്ടപരിഹാരങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായി വരേണ്ടത് ആരറിയോ? കേസിൽ പ്രതിയായി പോകാൻ പോകുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. കാരണം ആദ്യത്തെ പരാതിക്കാരി പിണറായി വിജയനെ നേരിട്ട് കണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിണറായി വിജയനാണ് SIT നിയമിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പരാതിക്കാരി അവരുടെ ഓഡിയോ പിണറായി വിജയൻ P ശശിയെ വഴി കളക്ട് ചെയ്യുകയും എന്നിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യിച്ചത്. പിണറായി വിജയൻ നേരിട്ട് പങ്കുണ്ട്. അപ്പൊ പിണറായി വിജയനും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നുള്ള സത്യം. എന്തായാലും വാദി പ്രതിയാകും എന്നുള്ള കാര്യം സംശയമില്ല. നന്ദി, നമസ്കാരം.